തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ പശ്ചിമബംഗാൾ. ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. വനിതാ സംവരണ ബില്ലും SIR-ഉം സജീവ ചർച്ചയാക്കുകയാണ് മുന്നണികൾ. BJP-ക്കായി ദേശീയ നേതാക്കൾ ഇന്ന് പ്രചാരണത്തിനെത്തുന്നുണ്ട്. കേന്ദ്ര നയങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണം. 152 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബിൾ, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അതിശക്തമായ വാക്പോരൊക്കെ പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് ബംഗാൾ നീങ്ങാൻ പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വനിതാ സംവരണ ബില്ലടക്കമുള്ള വിഷയങ്ങൾ, SIR അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായ തെരഞ്ഞെടുപ്പ്. എത്രത്തോളം ആത്മവിശ്വാസത്തിൽ മുന്നണികൾ? നോബിൾ. റിജിത്തെ, ശ്രുതി, വാശിയേറിയ പോരാട്ടമാണ് പശ്ചിമ ബംഗാളിൽ എന്താണെങ്കിലും ഇത്തവണ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മമതാ സർക്കാരിനെ ഇത്തവണ വീഴിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് BJP-ക്ക് മുന്നിൽ എല്ലാവരും ഉറ്റുനോക്കി ചോദിക്കുകയും ചെയ്യുന്നത്. കാരണം വലിയ പ്രചരണം BJP ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനം നടത്തി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം അവിടെ എത്തി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തി. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ സമാനമായി തന്നെ പ്രചരണം കൊഴുപ്പിക്കാൻ നേതാക്കൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇപ്പോൾ ഒരു വശത്ത് SIR-ഉം മറുവശത്ത് വനിതാ സംവരണ ബില്ലുമാണ്. BJP ആകട്ടെ TMC വളരെ കൃത്യമായി തന്നെ വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്തു. അത്തരത്തിൽ വനിതകൾക്ക് എതിരാണ് തൃണമൂൽ കോൺഗ്രസ് എന്നടക്കമുള്ള പ്രചരണം ഉയർത്തിക്കൊണ്ടാണ് ശക്തമായ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ SIR വഴി 90 ലക്ഷം വരുന്ന ആളുകളുടെ വോട്ടുകൾ വെട്ടി 250-ലധികം ആളുകൾ ആത്മഹത്യ അല്ലെങ്കിൽ മരിക്കുന്ന സാഹചര്യം SIR മൂലം ഉണ്ടായി തുടങ്ങിയ വിമർശനം ഉന്നയിക്കുന്നു. ബംഗാളിനെ പൂർണ്ണമായി ആക്രമിക്കുകയാണ് BJP എന്ന ആരോപണമാണ് TMC തിരിച്ച് എന്താണെങ്കിലും ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ BJP-ക്ക് പ്രചാരണത്തിന് വേണ്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സംസ്ഥാനത്തുണ്ട്. 4 റാലികളിൽ നിതിൻ നബീൻ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ BJP മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയും ഇന്നിപ്പോൾ ബംഗാളിൽ എത്തുന്നുണ്ട്. അദ്ദേഹവും വിവിധ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ചില മുഖ്യമന്ത്രിമാർ പശ്ചിമ ബംഗാളിൽ BJP-യുടെ ചില മുഖ്യമന്ത്രിമാർ അടക്കം എത്തുകയും ചെയ്യുന്നുണ്ട് എന്ന വിവരം ഇപ്പോൾ ഉണ്ട്. ഏതായാലും വലിയ തരത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. TMC-ക്ക് വേണ്ടി മമതാ ബാനർജി തന്നെയാണ് കളത്തിൽ ഉള്ളത്. പ്രധാനപ്പെട്ട പ്രചരണം, പ്രധാനപ്പെട്ട താരപ്രചാരകയൊക്കെ മമതാ ബാനർജി തന്നെയാണ്. ഇന്നിപ്പോൾ പ്രധാനമായും വലിയ പോരാട്ടം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൊത്തം 152 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. മറ്റന്നാൾ പരസ്യ പ്രചാരണം അവസാനിക്കും. അതുകൊണ്ട് തന്നെ ആദ്യ ലാപ്പിലേക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിലാണ് എല്ലാ പാർട്ടികളും എന്ന് പറയാം. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും ലോക്സഭയിലെ നേതാവൊക്കെ ആയിരുന്ന അധീർ രഞ്ജൻ ചൗധരി അടക്കം മത്സരരംഗത്തുണ്ട്. അത്തരത്തിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. മൊത്തം 1478 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുകയും ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിലും മമതാ ബാനർജി ഇക്കുറി വീഴ്ത്താൻ കഴിയുമോ എന്നാണ് BJP നോക്കുന്നത്. അതേസമയം TMC ആകട്ടെ 4ാം വട്ടവും അധികാരത്തിലേറി മമതയെ ഒരിക്കൽ കൂടി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാക്കാനുള്ള പ്രചരണം നടത്തുകയും ചെയ്യുന്നു.